നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിമിനറി എക്സാംസിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 25 ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 25 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ മാർക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. നീതി ആയോഗിൻ്റെ 2026 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? നീതി ആയോഗിൻ്റെ 2026 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 15ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. എൻ പ്രഭാകരനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വൈരമുത്തു. വൈരമുത്തുവിനാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. നാലാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ 2026 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? നീതി ആയോഗിൻ്റെ 2026 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? 15ാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിനെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു. 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണെന്നോ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒഡീഷയാണ് 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം. അഞ്ചാമത്തെ ചോദ്യം, മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്കായി കേരള സർക്കാർ വേവ് ഓഫ് ലൈഫ് എന്ന പേരിൽ സ്മാരകം സ്ഥാപിക്കുന്നത് എവിടെയാണ്? മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് കേരള സർക്കാർ വേവ് ഓഫ് ലൈഫ് എന്ന പേരിൽ സ്മാരകം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, എറണാകുളം ജില്ലയിലാണ് വേവ് ഓഫ് ലൈഫ് എന്ന പേരിൽ മരണാനന്തര അവയവദാതാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ സ്മാരകം സ്ഥാപിക്കുന്നത്. ആറാമത്തെ ചോദ്യം, വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായിട്ട് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഷൈൻ ആപ്പാണ് വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായിട്ട് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് നിലവിൽ വന്നത്. എട്ടാമത്തെ ചോദ്യം, 2026 മാർച്ച് മുതൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്? 2026 മാർച്ച് മുതൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് 2026 മാർച്ച് മുതൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച് നൽകിയത്. ഒമ്പതാമത്തെ ചോദ്യം, 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മേഘാലയാണ്. മേഘാലയാണ് 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. പത്താമത്തെ ചോദ്യം, ബിം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ആരാണ്? ബിം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണിയാണ് ബിം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. 11ാമത്തെ ചോദ്യം, 2026 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2026 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഫ്രാൻസ് ആണ്. 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. 12ാമത്തെ ചോദ്യം, നിലവിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്വാതി നിരഞ്ജൻ ജ്യോതി. സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് ദേശീയ പിന്നോക്ക കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. 13ാം ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗുരുഗ്രാം. ഗുരുഗ്രാം എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യം നോക്കിയാലോ. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം ഏതാണ്? 2026 കേരള സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ
സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൊടുവള്ളിയാണ്. കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. 15ാമത്തെ ചോദ്യം, 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സുദർശൻ പട്നായിക്. സുദർശൻ പട്നായിക് ആണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ. അടുത്ത ചോദ്യം, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 കിരീടം നേടിയതാരാണ്? പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 കിരീടം നേടിയതാരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കർണാടകയാണ് ജേതാക്കൾ. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിലെ കിരീടം നേടിയത് കർണാടകയാണ്. 17ാമത്തെ ചോദ്യം, ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 900 ഗോളുകൾ നേടിയ താരം ആരാണ്? ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 900 ഗോളുകൾ നേടിയ താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലയണൽ മെസ്സി. ലയണൽ മെസ്സിയാണ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ 900 ഗോളുകൾ ഏറ്റവും വേഗത്തിൽ നേടിയ താരം. 18ാമത്തെ ചോദ്യം, 2026 ഏപ്രിൽ അതിവേഗം പടരുന്ന 5ാം പനി കാരണം ഇന്ത്യയുടെ ഏത് അയൽരാജ്യമാണ് അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്? 2026 ഏപ്രിൽ അതിവേഗം പടരുന്ന 5ാം പനി കാരണം ഇന്ത്യയുടെ ഏത് അയൽരാജ്യമാണ് അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്? ഏതാണ്? ബംഗ്ലാദേശിലാണ് അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. എന്തിന്റെ സാഹചര്യത്തിലായിരുന്നു? 2026 ഏപ്രിൽ മാസത്തിൽ അതിവേഗം പടരുന്ന 5ാം പനി കാരണം അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത് ബംഗ്ലാദേശിലാണ്. 19ാമത്തെ ചോദ്യം, അംഗനവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ്? അംഗനവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചായം പദ്ധതിയാണ് അംഗനവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. 20ാമത്തെ ചോദ്യം, അനധികൃത നിക്ഷേപങ്ങളെ കുറിച്ച് പരാതിപ്പെടാനും വിവരങ്ങൾ തേടാനുമായി RBI തയ്യാറാക്കിയ പോർട്ടൽ ഏതാണ്? അനധികൃത നിക്ഷേപങ്ങളെ കുറിച്ച് പരാതിപ്പെടുവാനും വിവരങ്ങൾ തേടുവാനുമായി RBI തയ്യാറാക്കിയ പോർട്ടൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സച്ചേത് പോർട്ടൽ. സച്ചേത് പോർട്ടലാണ് അനധികൃത നിക്ഷേപങ്ങളെ കുറിച്ച് പരാതിപ്പെടാനും വിവരങ്ങൾ തേടാനുമായിട്ട് RBI തയ്യാറാക്കിയത്. 21ാമത്തെ ചോദ്യം, 2026 ഏപ്രിൽ മാസം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം? 2026 ഏപ്രിൽ മാസം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അർജന്റീനയാണ്. 2026 ഏപ്രിൽ മാസം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം. 22ാമത്തെ ചോദ്യം, IPL 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആരാണ്? IPL 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭുവനേശ്വർ കുമാർ. ഭുവനേശ്വർ കുമാറാണ് IPL 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ. 23ാമത്തെ ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജപ്പാനാണ്. ജപ്പാനിലാണ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഇനി 24ാമത്തെ ചോദ്യം, ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിനായി സംസ്ഥാന വനിതാ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതി? ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിനായി സംസ്ഥാന വനിതാ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പറന്നുയരാൻ കരുത്തോടെ. പറന്നുയരാൻ കരുത്തോടെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിനായി സംസ്ഥാന വനിതാ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതി. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യരാണ് ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ലാസ്റ്റ് ചോദ്യമാണ്, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി ഏത് വിഭാഗക്കാരെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ്? പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി ഏത് വിഭാഗക്കാരെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ്? ഏതാണ്? ഓപ്ഷൻ ഡി, വഴിയോര കച്ചവടക്കാർ. വഴിയോര കച്ചവടക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി. അപ്പോൾ 25 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 25 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് നാളെ അടുത്ത ദിവസം വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു.